ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കിരണും ചന്ദ്രസേനനും കൂടി സംസാരിക്കുകയാണ്. കിരൺ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ അച്ഛനാണ് ഗംഗപ്രസാദിന്റെ ബോഡി മാറ്റിയതെങ്കിൽ അവന്റെ തലക്കടിച്ചത് ആരാണ് അച്ഛ? അത് അച്ഛൻ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആടാ അത് ഞാനല്ലടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ എനിക്ക് അച്ഛനെ നല്ല സംശയമുണ്ട്. എന്നാൽ നിന്റെ സംശയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും അവൻ ഇനിയില്ല, അവൻ കഴിഞ്ഞു. പിന്നെ അവന്റെ തലയ്ക്ക് അടിച്ചത് ആരായാലും അവനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ വലിയൊരു കടമ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും അത് ആരായിരിക്കും ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചങ്ങനെ കിരൺ നിൽക്കാണ്. എന്തായാലും ചന്ദ്രസേൻ അവിടെ നിന്ന് പോകുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്നാലും അച്ഛൻ ഒരു വലിയ സംഭവം തന്നെയാണെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന കിരൺ കല്യാണിയെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവരികയാണ്. കാറിൽ അങ്ങനെ വന്നിറങ്ങുമ്പോൾ ലക്ഷ്മി അമ്മയും കാർത്തികയും വേഗം തന്നെ ഓടി വരികയാണ്. മോളെ എന്ന് വിളിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മ അവിടെ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കാൻ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പയ്യെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതേ സമയത്താണെങ്കിൽ കാർത്തിക കല്യാണി അകത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി അമ്മ കിരണിനോട് പറയാണ്, മോനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അവസാനിച്ചു. പക്ഷേ ഒരുത്തനുണ്ടല്ലോ ആ ജയിലിൽ കിടക്കുന്നവൻ, അവനെ പേടിക്കണം. അവൻ പുറത്തിറങ്ങിയാൽ ഇവനേക്കാളും വലിയ അപകടകാരിയാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് കിരൺ പറയാണ്, അമ്മേ അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഗംഗപ്രസാദിൻ്റെയൊക്കെ വിധി തന്നെയായിരിക്കും അവനുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അവൻ ഏറ്റവും വലിയൊരു വിഷപ്പാമ്പ് തന്നെയാണ്. കാരണം സ്വന്തം അമ്മ മരിച്ചിട്ട് സ്വന്തം അമ്മയുടെ ചിത ഒരുക്കാനും അതുപോലെ ഒന്ന് കാണാനും പോലും വരാത്തവനാണ്. അതുകൊണ്ട് അവൻ്റെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും. ഒരാളെയും വെറുതെ വിടില്ല എന്നിങ്ങനെ കിരൺ ഉറച്ച് അങ്ങനെ പറയുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ പോലീസാണ് കാണിക്കുന്നത്. അങ്ങനെ പോലീസ് നമ്മുടെ SIയോട് പറയുന്നുണ്ട്, എടോ എനിക്കിതിൽ ഏറ്റവും വലിയ നാണക്കേടായി തോന്നി. അവരെന്തായാലും അവിടെ ജയിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ എന്താണെന്നുള്ള സത്യം കണ്ടെത്തുക തന്നെ വേണം. ആ ഇരുമ്പ് ദണ്ടിൽ വന്നിട്ടുള്ള കൈകൾ, അത് ആ ഫോറൻസിക് റിപ്പോർട്ട് ആരുടേതാണെന്ന് മനസ്സിലാക്കുക തന്നെ വേണം. അയാൾ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ശരി സാർ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ SI അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സരയുനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സരയുവും താരയും കൂടി സംസാരിക്കുകയാണ്. സരയു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ താര ചായയുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൾ വന്നു ഹോസ്പിറ്റലിൽ നിന്ന്, നിങ്ങളുടെ ആ കല്യാണി എന്നിങ്ങനെ പറയുന്നുണ്ട് സരയു. അപ്പോൾ താരയുടെ മുഖത്ത് ഒരു സന്തോഷം കാണുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷമായി കാണും. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്താണെന്നുള്ളത്. കുറേ കാലം എത്തിയിട്ട് മകള് തിരിച്ചു വന്നപ്പോൾ മകളെ വിഷമിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളല്ലേ. എന്തായാലും എൻ്റെ മനസ്സിലുള്ളത് കിരണിനെ സ്വന്തമാക്കുക എന്ന് തന്നെയാണ്. അതിന് കല്യാണിയെ ഇല്ലാതാക്കുക തന്നെ ഞാൻ ചെയ്യും. പക്ഷേ എൻ്റെ മനസ്സിലുള്ള കാര്യം പുറത്താരെങ്കിലോടും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സരയും ഈ പറയുന്ന താരയെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വീണ്ടും ഈ പോലീസ്, അതായത് SI ഒരു ഫോറൻസിക് ലാബ് റിപ്പോർട്ടറെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതെ ഈ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾ തന്ന ഒരാളുടെയും വിരലടയാളമല്ല അത്. നിങ്ങൾ എത്രയും പരിശോധിച്ച് അവരുടെ ആരുടെയും അല്ല അത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേരെ നിങ്ങൾ തന്നല്ലോ, അത് അവിടെ ജോലിക്ക് നിൽക്കുന്നവരുടെയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രതികളായി സംശയമുള്ളവരുടെ ഒക്കെ തന്നിരുന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ അതൊന്നല്ല ഇത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പുറത്തു നിന്ന് ആരുടെയോ കൈകൾ അതിൽ പതിഞ്ഞിട്ടുണ്ട്. പുറത്ത് ആരും വന്നിട്ട് ഇത് ചെയ്തിട്ടുള്ളതാണ്. ആ പ്രതിയെ ഞാൻ എന്തായാലും പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് CI ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ഫോറൻസിക് ലാബ് റിപ്പോർട്ടർ പറയുന്നുണ്ട്, എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തായാലും ഈ ഗംഗപ്രസാദ് എന്ന് പറയുന്നവനെ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഒരുപാട് പേരെ ഇനിയും കൊന്നേനെ. അവൻ ജീവിച്ചിരുന്ന സമയത്തും ഒരുപാട് പേരെ കൊന്നൊരുത്തനാണ്. അവന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ താൻ ഈ മുറവിളി കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. അതല്ല സാറേ, എനിക്കിപ്പോൾ ഒരു നാണക്കേട് പോലെയാണ്. എൻ്റെ ഒരു വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് ഞാൻ എന്തായാലും അന്വേഷിക്കുക തന്നെ ചെയ്യും. അത് നല്ല സത്യസന്ധമായ യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം SIയോട് വീണ്ടും ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ CI. എത്രയും വേഗം ആരാണ് ഇതിൻ്റെ പുറകിലെന്ന് കണ്ടെത്തുക തന്നെ വേണം എന്ന് പറയുമ്പോൾ SI പറയുന്നുണ്ട്, സാറ് അതിന് ഞങ്ങൾ എന്താടോ തനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? എന്നാലൊരു കാര്യം ചെയ്യാം, തന്നെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റാം പറ്റുമോ എന്നിങ്ങനെ പറയുന്ന സമയത്ത്, അയ്യോ വേണ്ട സാറേ,
സാറ് പറയുന്ന പോലെ തന്നെ ചെയ്തോളാമെന്ന് SI പറയാണ്. അങ്ങനെ SI മനസ്സിൽ കരുതുന്നുണ്ട് ഇയാൾക്ക് ഇത് എന്തിൻ്റെ കേടാണ് സത്യം പറഞ്ഞാൽ. എല്ലാവരും കൈയൊഴിഞ്ഞൊരു കേസാണ്, അതിൻ്റെ പുറകിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക, വല്ല 10 പൈസ ഉണ്ടാക്കാൻ നോക്കാതെ എത്രയോ മറ്റുള്ള കേസുകൾ കിടക്കുന്നു എന്നിങ്ങനെ SI മനസ്സിൽ കരുതുമ്പോൾ CI പറയുന്നുണ്ട്, താൻ എന്താണ് മനസ്സിൽ കരുതിയതെന്ന് എനിക്കറിയാടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ കിരൺ, ഈ പ്രതികളായിട്ടുള്ളവർ വരെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഒരിക്കലും എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ പറയുന്ന നരസിംഹത്തിൻ്റെ ചെറുമകൻ നവീൻ, അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പരിഹാസത്തോടെ കൂടി പോയത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ കേസ് വിട്ടു കൊടുക്കില്ല, അതിൻ്റെ യഥാർത്ഥ കൊലയാളിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി രാത്രി സമയത്ത് അങ്ങനെ കിരണിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ബെഡിൽ. അപ്പോൾ എങ്ങനെയുണ്ട് കല്യാണി, ഇപ്പോൾ വേദനയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല കിരണേട്ടാ എന്ന് മറുപടി പറയുകയാണ്. എന്തായാലും ഡോക്ടർ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു, അപ്പോൾ അതൊക്കെ എന്നോട് നടന്നു തുടങ്ങിയാൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കല്യാണി പറയുമ്പം അത് എന്നോടും പറഞ്ഞിരുന്നു, പക്ഷേ അത് നീ പതുക്കെ മുറ്റത്തൊക്കെ ഒന്ന് പതുക്കെ നടന്നാൽ മതി, ഇവിടെ നടക്കുന്നത് പോലെ, അല്ലാതെ അടുക്കളയിൽ കയറി പാചകം ചെയ്യാനൊന്നും നിൽക്കണ്ട, അധികം സ്ട്രെസ്സൊന്നും എടുക്കണ്ട കല്യാണി എന്ന് പറയുന്നുണ്ട്. ഇല്ല കിരണേട്ടാ എന്ന് പറയാണ്. അപ്പോൾ അല്ല, എനിക്കിപ്പോഴും ഒരു സംശയം, അല്ല ആ ഗംഗപ്രസാദിൻ്റെ തലക്കടിച്ചത് ആരാണ് കിരണേട്ടാ അപ്പോൾ യഥാർത്ഥത്തിൽ? അറിയില്ല കല്യാണി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ തലക്കടിച്ചവന് ഇനിയിപ്പോൾ തലക്കടിച്ചിട്ട് തന്നെയാണോ മരണപ്പെട്ടത് എന്നൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഫോറൻസിക് ലാബ് റിപ്പോർട്ടിലും നമ്മുടെ ഒന്നും വിരലടയാളം ഒന്നും അതിൽ കിട്ടില്ല. അത് അവസാനം ആരാണ് ആ ഇരുമ്പ് തണ്ട് തൊട്ടത് അവരുടെ ആയിരിക്കും ആ വിരലടയാളം കിട്ടുക എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം കല്യാണി പറയുന്നുണ്ട് അത് ആരായിരിക്കും എന്നാണ് എനിക്കൊരു പിടി കിട്ടാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ അവൻ ആ ഇരുമ്പ് അവിടെ ഒരു വലിയൊരു പാറക്കല്ല് കിടന്നിരുന്നു, അതിൽ തലയിടിച്ച് മരിച്ചതാണോ എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കല്യാണി ചോദിച്ചു അതെന്താ കിരണേട്ടൻ അങ്ങനെ പറയുന്നത്? കിരണേട്ടൻ ഇത്രയും നാളും പറഞ്ഞിരുന്നത് അവൻ്റെ അങ്ങനെ അടിക്കുകയാണെങ്കിൽ അത് സൈഡിലല്ലേ തല പൊളിയുള്ളൂ, കിരണേട്ടൻ പറഞ്ഞ തലയുടെ നടുക്കാണ് അവൻ്റെ തല പൊളിഞ്ഞിട്ടുള്ളതെന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതേ കല്യാണി, ഞങ്ങളെന്നാ പൊതിയണ സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആരെങ്കിലും ആവട്ടെ, അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് CAയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിക്രത്തിനെ കാണിക്കുന്നുണ്ട്. വിക്രം ജയിലിൻ്റെ അകത്ത് അങ്ങനെ പുല്ലുകളൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് മനോഹർ വരുന്നുണ്ട്. അങ്ങനെ മനോഹർ വന്നിട്ട് പറയുന്നു, എടാ നീയേ ഇതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളൊന്നും എടുക്കണ്ട, നീ വലിയ വിളച്ചിലൊന്നും എടുക്കണ്ട, നിന്നേക്കാളും വലിയ ആൾക്കാരാണ് ഈ പറയുന്ന ഗംഗപ്രസാദും ആ പറയുന്ന രാഹുലും, അവരെയൊക്കെ ആ കിരൺ എന്ന് പറയുന്നവർ അവനെ ഇല്ലാതാക്കി കൊന്നു തള്ളിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ അത് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ എന്തായാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെയൊക്കെ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, എടാ ആ കിരണിൻ്റെ കൈക്കിലിട നീ 2 നിനക്ക് കിട്ടിക്കഴിഞ്ഞാലേ നീ അവിടെ കിടക്കുമെന്ന് പറയണം. നീ ശരിക്കും പറഞ്ഞാൽ അധ്വാനിക്കാത്ത ശരീരമാണ് നിൻ്റെ, നീ തിന്ന് കൊഴുത്ത് നടക്കുന്നൊരു ശരീരമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നത് എനിക്ക് ആകെ 10-25 വയസ്സേ ആയിട്ടുള്ളൂ, ഈ സമയത്ത് എനിക്ക് മരിക്കാനായാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയാണ്. അതിന് നീ പുറത്ത് പോണ്ട, ഞാൻ മതിയടാ നിന്നെ, ഈ കൈ കൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് എന്നാൽ ഇടിച്ചു നോക്കടാ, അങ്ങോട്ടും തിരിച്ചു തരാൻ അറിയാടാ എന്ന് വിക്രവും പറയുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം ഷർട്ടിൻ്റെ കുത്തനെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ജയിൽ വാർഡൻ എടാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.